Good morning, all. Okay. പ്രപഞ്ച സൃഷ്ടാവിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ദിവസം ആരംഭിക്കാം. ശാന്തിയും സമാധാനവും നിറഞ്ഞ നല്ലൊരു ദിവസം തുടങ്ങട്ടെ. നല്ല വാക്കും പ്രവൃത്തിയും നമ്മുടെ ദിവസത്തെ നയിക്കട്ടെ. സ്നേഹവും കരുണയും കൊണ്ട് ഇന്നത്തെ ദിവസം മനോഹരമാകട്ടെ. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാൻ എത്തിയിട്ടുള്ളത് സ്റ്റെഫി മാം ആണ്. മാമിനെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. മാം നമ്മളുടെ വിംബിൾ അക്കാദമിയിലെ മെഡിറ്റേഷൻ ട്രെയിനർ ആണ്. സ്പിരിച്വൽ ഹീലർ ആൻഡ് കൗൺസിലർ ആണ്. ബ്രീത്ത് വർക്ക് എക്സ്പേർട്ട് ആണ്. മാമിനെ വളരെ സന്തോഷത്തോട് കൂടിയിട്ട് നമ്മളുടെ ഇന്നത്തെ ഈ ഒരു സെഷൻ എടുക്കാൻ വേണ്ടിയിട്ട് വെൽക്കം ചെയ്യാണ്. അതുപോലെ ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരെയും ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യാണ്. Hi all, good morning. Thank you, Sachina Morning. ma'am. Good morning all. എല്ലാവരും സുഖമായിരിക്കുന്നു, സന്തോഷത്തോടു കൂടി ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുകയാണ്. എൻ്റെ പേര് സ്റ്റെഫി എന്നാണ്. സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലാണ്. ഇപ്പോൾ ഒരു മെഡിറ്റേഷൻ ട്രെയിനറായി സ്പിരിച്വൽ ഹീലറായി വർക്ക് ചെയ്യുകയാണ്. ഈ ഒരു മോർണിംഗ് സെഷനിൽ വീണ്ടും നിങ്ങളുടെ മുന്നേ വരാനായിട്ടും ഈ ഒരു സെഷൻ എടുക്കാനായിട്ടും ഒരവസരം ഒരുക്കി തന്ന പ്രപഞ്ചത്തോട് ഏറ്റവും നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അതുപോലെ രചന മാം, വിൻബിളിലെ എല്ലാ ഫാക്കൽറ്റി മെമ്പേഴ്സും, അതുപോലെ ഏറ്റവും പ്രിയപ്പെട്ട നിങ്ങൾ ഓരോരുത്തരോടും എൻ്റെ സ്നേഹവും സന്തോഷവും അറിയിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ചെറിയ സമയത്ത്, ഈ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ നമ്മൾ സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഇന്നർ ഹൈജീൻ, ക്ലെൻസ് ഫ്രം വിത്തിൻ എന്നുള്ളതാണ്. ഒരുപാട് കേട്ട് പരിചയമുള്ള, ഒരുപാട് തവണ നമ്മൾ വീണ്ടും വീണ്ടും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക് ആണല്ലേ ഇന്നർ ഹൈജീൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ എല്ലാവരും എല്ലാ ദിവസവും രാവിലെ ബ്രഷ് ചെയ്യുന്നവരാണല്ലേ. ചിലരൊക്കെ 2 തവണ ഒക്കെ ബ്രഷ് ചെയ്യുന്നവരുണ്ടാവും, മോർണിംഗും നൈറ്റും ഒക്കെ അല്ലേ. അതുപോലെ നമ്മൾ കുളിക്കാറുണ്ട്. നമ്മുടേതായിട്ടുള്ള ക്ലെൻസിങ് അല്ലെങ്കിൽ ശാരീരികമായിട്ട് നമ്മൾ കൊടുക്കുന്ന, ബാഹ്യമായി കൊടുക്കുന്ന പല കാര്യങ്ങളുണ്ട് അല്ലേ. ബ്രഷ് ചെയ്യുന്നു, നമ്മൾ നല്ല ഫ്രേഗ്രൻസ് ഉള്ള സോപ്പ് ഉപയോഗിച്ച് നന്നായിട്ട് ബാത്ത് ചെയ്യുന്നു. അതുപോലെ നമ്മൾ ആയിരിക്കുന്ന വീടിൻ്റെ അറ്റ്മോസ്ഫിയർ, നമ്മൾ വർക്ക് ചെയ്യുന്ന ഏരിയ, ഇതൊക്കെ തന്നെ നമ്മൾ വളരെ കോൺഷ്യസ്ലി ക്ലീൻ ചെയ്യുന്നവരാണ്. ആൻഡ് വാട്ട് അബൌട്ട് അവർ ഇൻസൈഡ് എന്നുള്ളതാണ് ഇന്ന് ഈ ഒരു പ്രഭാതത്തിൽ നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. ജസ്റ്റ് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം, എത്ര പേര് ഒരു പക്ഷേ നമ്മളത് ഫേസ് ചെയ്തിട്ടില്ലെങ്കിലും നമ്മളടുത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മുടെ സാധാരണ നമ്മൾ പറയുന്ന ഒരു ഭാഷയിൽ പറയുകയാണെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു ഉഷാറ് തോന്നുന്നില്ല എന്ന് പറയും. ഇങ്ങനെ പറയാറുണ്ടോ? എപ്പോഴെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടോ ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ടൊക്കെ അല്ലേ? രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ഒരു ഉഷാറ് തോന്നുന്നില്ല അല്ലേ. അപ്പോ എന്തുകൊണ്ടാണെന്ന് അറിയാതെ ചില ഹെവിനെസ് അല്ലെങ്കിൽ ഒരു ഭാരം നമുക്ക് അനുഭവപ്പെടുകയാണ്. രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് പൊതുവെ പറയുന്നതാണ്, എത്ര ഉറങ്ങിയിട്ടാണെന്നുണ്ടെങ്കിൽ രാത്രി ഞാൻ നന്നായിട്ട് ഉറങ്ങുന്നുണ്ട്, എന്നാലും എനിക്ക് രാവിലെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഫ്രഷ് ആയിട്ട് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. എസ്പെഷ്യലി നമ്മൾ ഈ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് മെഡിറ്റേഷൻ ചെയ്യണം, അല്ലെങ്കിൽ രാവിലെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ പൊതുവെ ഒരുവിധം ആളുകളൊക്കെ നമ്മളടുത്ത് പറയുന്ന ഒരു കാര്യമാണ് എന്താ പറയാ, രാവിലെ ഒരു ക്ലാസ് ഉണ്ട് അറ്റൻഡ് ചെയ്യണം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കാര്യമല്ല കേട്ടോ, നിങ്ങൾ എനർജറ്റിക് ആണ്, ഫുൾ എനർജിയിൽ ഇരിക്കുന്നവരാണ്. പൊതുവെ നമ്മൾ ഈ കാര്യങ്ങൾ പറയുമ്പോൾ അവർ നമുക്ക് തരുന്ന റെസ്പോണ്ട് എന്താണ്? രാവിലെ ഒരു ക്ലാസ് ഉണ്ട് അറ്റൻഡ് ചെയ്യുമോ എന്ന് ചോദിക്കുമ്പോൾ എന്താ അവർ പറയാറ്? എന്താ പറയാറ്? പറയാവോ? പൊതുവെ യൂഷ്വലി എന്താ പറയാറ് അവര്? പറഞ്ഞോളൂ.
എന്താ പറയാ, തിരക്കാണ്, സമയമില്ല എന്നൊക്കെ ആ, പറഞ്ഞു. സമയമില്ല, രാവിലെയല്ലേ, ടയേർഡ് ആകും, പിന്നെ ത്രൂ ഔട്ട് ദ ഡേ നമുക്ക് ഒരു ഉറക്കം തൂങ്ങിയതുപോലെയൊക്കെ തോന്നും അധികം നേരത്തെ എഴുന്നേറ്റാൽ എന്ന് പറയും അല്ലേ. അതായത് പൂർണ്ണമായിട്ടുള്ള ഒരു റീചാർജ് കിട്ടുന്നില്ല എന്നുള്ളതാണ്. പൊതുവെ നമ്മൾ പറയാറുണ്ട്, പ്രകൃതി എന്താണ് ഈ രാത്രിയിലേക്ക്, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന നമ്മുടെ രാത്രി എന്ന് പറയുന്ന ആ ഒരു സമയം നമ്മളെ സംബന്ധിച്ച് നമ്മളെ റീചാർജ് ചെയ്യാനായിട്ടുള്ള ഒരു സമയമാണെന്ന് പറയും. അപ്പൊ ആ ഒരു റീചാർജിങ് കംപ്ലീറ്റ് ആവാതെ, ആ ഒരു ഫ്രഷ്നെസ് കിട്ടാതെ നമ്മളും നമ്മുടെ ചുറ്റുപാടുള്ള ഒരുപാട് ആളുകൾ ഇപ്പോഴും ആ രീതിയിൽ ഒരു ഹെവിനെസ് ക്യാരി ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം അല്ലേ. വിതൗട്ട് എനി ബിഗ് റീസൺ നമുക്ക് ചില ഹെവിനെസ് ഫീൽ ചെയ്യാണ്. അപ്പൊ അത് ഫിസിക്കൽ ബോഡിയിലാണോ? ഇപ്പൊ ചില ആളുടെ അടുത്തും സംസാരിക്കുമ്പോൾ അവര് പറയാറുണ്ട്, എന്താണെന്ന് അറിയില്ല, ഒരു വല്ലായ്മ. മനസ്സിലാണോ ശരീരത്തിലാണോ എന്നറിയില്ല, ഒരു സുഖം തോന്നുന്നില്ല എന്ന് പറയല്ലേ. അപ്പോ ഫിസിക്കലി ആണോ എന്ന് ചോദിച്ചാൽ നമുക്കത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. അത് നമുക്ക് ഇന്നർലി ഒരു ഭാരമായിട്ട്, അല്ലെങ്കിൽ നമുക്ക് പറയാം ഒരു ഇന്നർ ക്ലട്ടേഡ്നെസ് ഫീൽ ചെയ്യാണെന്ന് പറയാം. എന്തൊക്കെയോ ഒരു എന്താ പറയാ കുടുങ്ങിക്കിടക്കുന്നത് പോലെയൊക്കെ നമുക്കിങ്ങനെ അനുഭവപ്പെടുകയാണ്. അപ്പൊ എന്താണ് ഈ ഇന്നർ ഹൈജീൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇന്നർ ഹൈജീൻ മീൻസ് കീപ്പിംഗ് യുവർ തോട്ട്സ്, ഇമോഷൻ ആൻഡ് എനർജി ക്ലീൻ എന്നുള്ളതാണ്. വാട്ട് യു അലോ ഇൻസൈഡ് യു ഡിസൈഡ് ഹൗ യു ഫീൽ എന്നുള്ളതാണ്. നിങ്ങളുടെ ഉള്ളിലേക്ക് എന്താണോ നിങ്ങൾ കയറാനായി അനുവദിക്കുന്നത്, ആ ഓരോ ഇൻപുട്ടുകളുമാണ് നമുക്ക് എങ്ങനെ ഫീൽ ചെയ്യണമെന്ന് നിർണയിക്കുന്നത് അല്ലെങ്കിൽ നിശ്ചയിക്കുന്നത് എന്നാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ഉള്ളിലേക്ക് കടക്കുന്ന ഓരോ തോട്ട്സും, നമ്മളിൽ ഉണ്ടാകുന്ന ഓരോ തോട്ട്സും ഓരോ ഇമോഷൻസും യഥാർത്ഥത്തിൽ എന്താണ്? നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ കയറാനായി അനുവദിക്കുന്ന ഇൻപുട്ടുകളാണല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ ഫീൽ ചെയ്യണം, നമ്മൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം, നമ്മുടെ റിയാലിറ്റീസ് എങ്ങനെയാണ് പോകേണ്ടത് എന്നൊക്കെ നിശ്ചയിക്കുന്നതിൽ ഏറ്റവും പ്രാധാന്യപ്പെട്ട ഒരു കാര്യം എന്തായിരിക്കണം? നമ്മൾ നമ്മളിലേക്ക് കയറാനായി അനുവദിക്കുന്ന ഓരോ കാര്യങ്ങളും, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് അതാണ് നമ്മുടെ പ്രതികരണവും നമ്മുടെ സ്വഭാവവും ആക്ഷൻസും എല്ലാ കാര്യങ്ങളും നിശ്ചയിക്കുന്നത് എന്ന് നമുക്ക് പറയാം. അപ്പോ ഇന്നർ ഹൈജീൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രാക്ടീസ് ഓഫ് കീപ്പിംഗ് യുവർ തോട്ട്സ്, ഇമോഷൻ ആൻഡ് എനർജി ക്ലീൻ എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ പറയാറുണ്ട്, പൊതുവെ മെഡിറ്റേഷൻ ചെയ്യാൻ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മളൊരു ട്രാൻസ്ഫോർമേഷൻ ഒക്കെ ഇറങ്ങുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കുന്നത് തോട്ട്സ് ആണ് അല്ലെ. നെഗറ്റീവ് തോട്ട്സ്, അല്ലെങ്കിൽ ഞാൻ ഓവർ തിങ്ക് ചെയ്യാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരുപാട് ചിന്തകൾ അൺറിസോൾവ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ സോൾവ് ചെയ്യപ്പെടാതെ, പ്രോസസ്സ് ചെയ്യപ്പെടാതെ നമ്മൾക്കുള്ളിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന അനേകം ഇമോഷൻസ്, ഇതൊക്കെ നമ്മൾ ക്യാരി ചെയ്യുമ്പോൾ നമ്മുടെ എനർജിയിൽ ഒരു ഹെവിനെസ് നമുക്ക് ഫീൽ ചെയ്യുന്നു. അത് നമ്മുടെ ശരീരത്തിലും കാണിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ബാഹ്യമായി നമ്മൾ ചെയ്യുന്ന ക്ലെൻസിങ്ങും അതുപോലെ ആന്തരികമായി നമ്മൾ ആ ഒരു ക്ലെൻസിങ് ചെയ്യാനായിട്ട് തയ്യാറാകുന്നില്ല, അല്ലെങ്കിൽ അതിനെപ്പറ്റി ചിന്തിക്കാതിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്താകുകയാണെന്ന് പറയുന്നത് ഒരു ക്ലട്ടേർഡ്നെസ് ഫീൽ ചെയ്യുകയാണ് എന്നുള്ളതാണ്. നമ്മുടെ എല്ലാവരുടെ കയ്യിലും സെൽഫോൺ ഉണ്ടല്ലേ, ഫോൺ. അപ്പോൾ നമ്മൾ ആദ്യത്തെ സമയം നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളുടെ പുതിയ ഫോണ് മേടിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് നിങ്ങൾക്ക് ആ ഫോൺ കയ്യിൽ കിട്ടുകയാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു ഫോൺ മേടിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പൊതുവെ നോക്കാറ്? നിങ്ങളൊരു ഫോൺ മേടിക്കുക, എന്തൊക്കെ കാര്യങ്ങൾ നോക്കിയിട്ടായിരിക്കും നിങ്ങൾ ആ ഫോൺ മേടിക്കുക? എന്തൊക്കെ കാര്യങ്ങൾ നോക്കും? പറഞ്ഞേ. ഇന്റേണൽ സ്റ്റോറേജ്, റാം, ആ, ക്യാമറ നോക്കും, അതുപോലെ സ്റ്റോറേജ് നോക്കും, ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടാണ് നമ്മൾ ആ ഫോൺ മേടിക്കുക.
മേടിച്ച് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പ് വരുത്തല്ലേ അതിന്റെ സ്ക്രീൻ കാർഡ്, അതുപോലെ നമ്മൾ ആ ഫോൺ പെട്ടെന്ന് വീഴാതിരിക്കാൻ അല്ലെങ്കിൽ വീണ് കഴിഞ്ഞ് ഒന്നും പറ്റാതിരിക്കാൻ ഫോണിന് കേസൊക്കെ മേടിക്കാറുണ്ട്, ഫോൺ കേസ് അല്ലേ? അപ്പോ അതിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നു. അതുപോലെ മേടിക്കുന്ന സമയത്ത് ഇനഫ് സ്റ്റോറേജ് സ്പേസ് ഉണ്ടോ, അതുപോലെ നല്ല എക്സലന്റ് ആയിട്ടുള്ള ഒരു വർക്കിംഗ് കണ്ടീഷൻ ഒക്കെ ആണോ, എല്ലാം നോക്കിയിട്ടാണ് നമ്മൾ മേടിക്കുന്നത്. ആൻഡ് ഇമാജിൻ നിങ്ങൾ അതൊരു കുറച്ചധികം സമയം ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ്, എന്താണെന്നറിയില്ല, കുറച്ച് ദിവസമായിട്ട് എൻ്റെ ഫോണ് ഹാങ് ആവുകയാണ്, എന്തോ ഒരു സ്പീഡ് കിട്ടാത്തതുപോലെ, പഴയ ഒരു പെർഫോമൻസ് കാണിക്കുന്നില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? യൂഷ്വലി സാധാരണ നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. വീണ്ടും ഫോൺ കേസ് മാറ്റുകയാണോ അല്ലെങ്കിൽ പുറമെയാണോ നമ്മൾ കാര്യങ്ങൾ ചെക്ക് ചെയ്യുക? അല്ലേ, ഉള്ളിലാണ് നോക്കുക. എന്തൊക്കെ കാര്യങ്ങളായിരിക്കും നിങ്ങൾ നോക്കുക അങ്ങനെ ഫോൺ ഹാങ് ആവുന്ന സമയത്ത്? എന്തൊക്കെ നോക്കും യൂഷ്വലി? എന്തൊക്കെയായിരിക്കും? സ്റ്റോറേജ് നോക്കും. എന്തെങ്കിലും സോഫ്റ്റ്വെയർ അപ്ഡേഷൻ വന്നു കിടപ്പുണ്ടോ നോക്കും അല്ലേ? ഉണ്ടെങ്കിൽ നമ്മൾ അത് അപ്ഡേറ്റ് ചെയ്യുന്നു. അതുപോലെ നമ്മുടെ സ്റ്റോറേജ് സ്പേസ് ചെക്ക് ചെയ്യുന്നു. ജങ്ക് ഫയൽസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഡിലീറ്റ് ചെയ്യാണ്. എന്നിട്ടും അത് റെഡി ആകുന്നില്ല എങ്കിൽ വേണ്ടാത്ത ആപ്സ്, ഇമേജസ്, ലാർജ് ഫയൽസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? ഡ്യൂപ്ലിക്കേറ്റ് ഫയൽസ്, ഇതൊക്കെ തെരഞ്ഞു പിടിച്ച് ഡിലീറ്റ് ചെയ്യും. എന്നിട്ടും നമുക്ക് പോരാ എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് അധികം ഇമ്പോർട്ടൻസ് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് അതിനെ ഫ്രീ ആക്കാനായിട്ട് ശ്രമിക്കും. ബിക്കോസ് എന്താണ്, നമുക്കറിയാം നമ്മുടെ ഡെയിലി ലൈഫിൽ അതില്ലാതെ ഒന്നും നടക്കില്ല എന്നുള്ളത് നമുക്കറിയുന്ന കാര്യമാണ് അല്ലേ? എല്ലാ കാര്യത്തിനും അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ അതില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയാണല്ലേ? അപ്പോൾ ഇമ്പോർട്ടൻസ് ഇല്ലാത്ത എല്ലാ കാര്യങ്ങളെയും നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിലീറ്റ് ചെയ്ത് കളയുന്നു എന്നുള്ളതാണ്. ബിക്കോസ് നമുക്കറിയാം എന്ത്, ആ ഒരു ഫോണിനെ കൃത്യമായിട്ട് നമ്മൾ സൂക്ഷിക്കണം. ബിക്കോസ് നമ്മൾ പൈസ കൊടുത്ത് മേടിച്ചതാണ്, വില കൊടുത്ത് മേടിച്ചതാണ് അല്ലേ? അതുകൊണ്ട് തന്നെ നമുക്കത് വളരെ കെയർഫുൾ ആയിട്ട് സൂക്ഷിച്ചേ മതിയാവുള്ളൂ. ആൻഡ് വാട്ട് അബൌട്ട് അവർ ബോഡി, അവർ മൈൻഡ്, അവർ സിസ്റ്റം? പലപ്പോഴും നമ്മൾ നമ്മുടെ ഫോണിനോ അല്ലെങ്കിൽ നമ്മൾ പണം കൊടുത്ത് മേടിക്കുന്നതായിട്ട് അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള കാര്യങ്ങൾക്ക് കൊടുക്കുന്ന വാല്യൂ പോലും നമ്മുടെ ശരീരത്തിനോ മനസ്സിനോ കൊടുക്കാനായി നമുക്ക് സമയം കിട്ടുന്നില്ല എന്നുള്ളത് വലിയൊരു യാഥാർത്ഥ്യമാണ് അല്ലേ? അപ്പോ വില കൊടുക്കാതെ കിട്ടിയത് കൊണ്ടാണോ അതോ നമ്മൾക്ക് വിലയില്ല എന്ന് തോന്നുന്നത് കൊണ്ടാണോ നമ്മൾ പലപ്പോഴും ആ കാര്യം മറന്നു പോകുന്നത് എന്നുള്ളത് നമ്മൾ നമ്മളോട് തന്നെ ചോദിച്ചു നോക്കുക. അപ്പോൾ നമ്മൾ സ്പെൻഡ് ചെയ്ത കാര്യങ്ങൾക്ക് നമുക്ക് എപ്പോഴും വാല്യൂ ഉണ്ട്. അപ്പോൾ വാട്ട് അബൌട്ട് യുവർ ബോഡി? നമ്മൾ പറയാറുണ്ട്, ഒരു നിമിഷം നമ്മൾ ചിന്തിച്ചു നോക്കുക, ഈ ഒരു പ്രപഞ്ചത്തിൽ നമ്മൾക്ക് ഇപ്പോൾ ഞാൻ ഇവിടെ എക്സിസ്റ്റഡ് ആണെന്ന് ഉള്ളതിൻ്റെ ഒരേ ഒരു തെളിവ് നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണല്ലേ? അപ്പോൾ നമ്മുടെ എക്സിസ്റ്റൻസിനുള്ള ഒരേ ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ശരീരമാണ്. അപ്പൊ എത്ര തന്നെ എന്തൊക്കെ ഉണ്ടെങ്കിലും റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത പ്രഷ്യസ് ആയിട്ടുള്ള ഗിഫ്റ്റ് അത് എവിടെ തന്നെയുണ്ട്? നമ്മുടെ കയ്യിൽ തന്നെയുണ്ട് അല്ലെ? നമ്മുടെ ശരീരം, നമ്മുടെ ഇന്റലിജൻസ്, നമ്മുടെ ബ്രെയിൻ, ഇമോഷൻസ്, ഇവയെല്ലാം തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാണ്. പൊതുവെ നമ്മൾ പറയാറുണ്ട്, എനിക്ക് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഭയങ്കര ചിന്തകൾ കടന്നു വരുന്നു എന്ന് പറയാറുണ്ട്. അപ്പോൾ ഞാൻ പൊതുവെ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം, ചിന്തകൾ കടന്നു വരുന്നുണ്ടെങ്കിൽ അപ്രിഷ്യേറ്റ് ചെയ്യുക, ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. ബിക്കോസ് ഇപ്പോഴും നമുക്ക് എന്തുണ്ട്? ചിന്തിക്കാനുള്ള കഴിവുണ്ട്. അതൊരു വലിയ കാര്യമാണല്ലേ? അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആണ് ചിന്തിക്കാനുള്ള കഴിവ് എന്ന് പറയുന്നത്. ഒരു പക്ഷെ ആ ഒരു കഴിവില്ലായിരുന്നെങ്കിലോ അല്ലേ? അപ്പോൾ ഇമോഷൻസ്, എൻ്റെ ഉള്ളിൽ ഇമോഷൻസ് വരുന്നു, വീണ്ടും വീണ്ടും ഒരേ തരം ഇമോഷൻസ് വരുന്നു. ഓഫ് കോഴ്സ് ഇമോഷൻസ് ഓൾസോ എ ഗ്രേറ്റസ്റ്റ് ഗിഫ്റ്റ് എന്നുള്ളതാണ്. പക്ഷെ അത് മിനിമലായിട്ട് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് നമ്മൾ പഠിക്കുന്ന പക്ഷം ഏറ്റവും വലിയ ഗിഫ്റ്റ്, റീപ്ലേസ് ചെയ്യാൻ പറ്റാത്തതെല്ലാം, ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള എല്ലാ ഗിഫ്റ്റും ഇപ്പോഴും നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ആ അമൂല്യമായിട്ടുള്ള സമ്മാനത്തെ
നമുക്ക് തോന്നുകയാണ് ഇപ്പോഴെങ്കിലും. ഇതുവരെ നമ്മൾ ചിലപ്പം ചെയ്യാത്തവരാണെന്നല്ല, ബിക്കോസ് നമ്മൾ അതുകൊണ്ടാണ് ഇവിടെ ആയിരിക്കുന്നത് അല്ലേ. തീർച്ചയായിട്ടും നമ്മൾ അതിന് വാല്യൂ കൊടുക്കുന്നത് കൊണ്ടാണ് ഈ ഒരു പ്രഭാതത്തിൽ നമ്മൾ ഇവിടെ ആയിരിക്കുന്നത്. അപ്പൊ കൂടുതലായിട്ട് നമ്മുടെ ആ ഒരു സിസ്റ്റം, നമുക്ക് കിട്ടിയിരിക്കുന്ന, നമ്മുടെ എക്സിസ്റ്റൻസിന് കിട്ടിയിരിക്കുന്ന ഈ ഒരു പോസിബിലിറ്റിയെ, അല്ലെങ്കിൽ ഈ ഒരു പ്രഷ്യസ് ഗിഫ്റ്റിനെ വളരെയധികം സൂക്ഷിച്ച്, അല്ലെങ്കിൽ സന്തോഷത്തോടെ, ഏറ്റവും നന്ദിയോട് കൂടിയിട്ട് കാണാനും ഉപയോഗപ്പെടുത്താനും നമ്മൾക്ക് സാധിക്കണമെങ്കിൽ നമ്മൾ ഈ ഒരു കൺസെപ്റ്റ് അല്ലെ, ഇന്നർ ഹൈജീൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കുറച്ചുകൂടി കാര്യക്ഷമമായി ചിന്തിക്കുക എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ആന്തരികമായിട്ടുള്ള ശുദ്ധീകരണം നമുക്ക് ചെയ്യാൻ പറ്റുക? ശാരീരികമായിട്ടും അതുപോലെ മാനസികമായിട്ടും. ഇപ്പൊ എന്തൊക്കെയാണ് അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ? അപ്പോൾ ഒരാളെ സംബന്ധിച്ച് ഇപ്പൊ നമുക്ക് അങ്ങനെ ഒരു ഇന്നർ ഹൈജീൻ്റെ അല്ലെങ്കിൽ ഒരു ഇന്നർ ക്ലെൻസിങ്ങിന്റെ ആവശ്യമുണ്ട് എന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? ചില എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, രാത്രികളിൽ ഓവർ തിങ്ക് ചെയ്യുക, ഓവർ തിങ്കിങ് അറ്റ് നൈറ്റ്. രാത്രി ഒരുപാട് ചിന്തകൾ കടന്നു വരിക, നമ്മുടെ ഉറക്കം ഡിസ്റ്റർബ് ആവാം. അതുപോലെ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നമുക്ക് ഊർജത്തോടെ എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. ദിവസത്തിലുടനീളം ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. കുറച്ചധികം ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യേണ്ടി വരുമ്പോൾ നമുക്ക് ടയേർഡ്നെസ് വരികയാണ്. അതുപോലെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം വല്ലാത്ത ക്ഷീണം അനുഭവപ്പെടുകയാണ്. കൃത്യമായിട്ട് ഡൈജഷൻ നടക്കുന്നില്ല. മൂഡ് സ്വിങ്സ് ഉണ്ടാവുകയാണ്. അതുപോലെ ചില സന്ദർഭങ്ങളിൽ ഇടപെടുന്ന സമയത്ത് വല്ലാതെ നമ്മൾ ഓവർവീൽഡ് ആവുകയാണ്. കഴിഞ്ഞു പോയ കാര്യങ്ങളെ പറ്റി വീണ്ടും വീണ്ടും ചിന്തകൾ കടന്നു വരികയാണ്. ഇങ്ങനെയൊക്കെ നമുക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിൽ എവിടെയൊക്കെയോ ക്ലട്ടേർഡ്നെസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഒരു അവസ്ഥ എവിടെയൊക്കെയോ തുടങ്ങിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നർ ഹൈജീൻ നമ്മളും പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇൻ മെഡിറ്റേഷൻ നമുക്ക് മേജർലി ചെയ്യാനുള്ള ചില കാര്യങ്ങൾ ഫോർ അവർ ഇന്നർ ഹൈജീൻ. മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, ഇറ്റ്സ് എ ജേർണി. നമ്മളെ തന്നെ തിരിച്ചറിയുന്ന, അല്ലെങ്കിൽ നമ്മളിലേക്ക് തന്നെ റിട്ടേൺ ചെയ്യുന്ന ആ ഒരു യാത്രയെയാണ് നമ്മൾ മെഡിറ്റേഷൻ എന്ന് പറയുക അല്ലെ. അപ്പോൾ ആ യാത്രയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില ബേസിക് ഹൈജീൻ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. എന്തൊക്കെ നമുക്ക് ചെയ്യാം? അതിൽ ആദ്യമായിട്ട് നമ്മൾ കാണാൻ പോകുന്ന കാര്യം സെൻസറി അലൈൻമെന്റ് എന്നുള്ളതാണ്. എന്താണ് സെൻസറി അലൈൻമെന്റ്? അല്ലെങ്കിൽ നമുക്ക് പറയാം മാസ്റ്റർ യുവർ 5 സെൻസസ് എന്ന് പറയാം. എന്താണ് സെൻസറി അലൈൻമെന്റ്? മാസ്റ്റർ യുവർ 5 സെൻസസ് എന്ന്. അതിനർത്ഥം ഫീഡ് ഗുഡ് എന്നതാണ്. നമ്മളെ ഏറ്റവും നല്ലത് കൊടുത്ത് ഫീഡ് ചെയ്യുക എന്നുള്ളതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നമ്മൾ പറഞ്ഞു, എന്താണോ നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ അലോ ചെയ്യുന്നത് അതാണ് നമ്മുടെ ജീവിതത്തെയും നമ്മുടെ റിയാലിറ്റിയെയും ഡിസൈഡ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ഏറ്റവും ആദ്യം നമ്മളിൽ ഉണ്ടാകേണ്ട ക്വാളിറ്റി, അല്ലെങ്കിൽ നമ്മൾ വികസിപ്പിച്ചെടുക്കേണ്ടതായിട്ടുള്ള ഒരു ക്വാളിറ്റി, അല്ലെങ്കിൽ ഇന്നർ ഹൈജീൻ എന്ന് പറയുന്നത് നമ്മുടെ സെൻസസിനെ മാസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ യോഗിക് സയൻസിലൊക്കെ വരുന്ന സമയത്ത് സാത്വിക്, രജസിക്, തമസിക് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അതിന്. അതായത് ഏറ്റവും നമുക്ക് കാമിങ് ആയിട്ടുള്ള, അല്ലെങ്കിൽ റിലാക്സിങ് ആയിട്ടുള്ള ഒരു ഗുണത്തിനെയാണ്, പ്രകൃതിയുടെ ഗുണത്തിനെയാണ് നമ്മൾ സാത്വിക് എന്ന് പറയുക. അതായത് വളരെ റിലാക്സിങ്, കാമിങ് ആയിട്ടുള്ള ഒരവസ്ഥ. രജസിക് എന്ന് പറയുന്നത് ആക്റ്റീവ് ആയിട്ടുള്ള, വൈബ്രന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തമസിക് എന്ന് പറയുന്നത് ഒരു ഹെവിനെസ് ആണ്. ഇപ്പൊ നമ്മുടെ ലൈഫ് വളരെ ഹാർമണിയസ് ആയിട്ട് പോകണമെങ്കിൽ ഈ 3 ഗുണങ്ങളും നമുക്ക് ആവശ്യമാണ്. അതിൽ സാത്വിക് ഗുണം കുറച്ച് കൂടുതലും, രജസിക്കും തമസിക്കും കുറച്ച് കുറഞ്ഞ, അതായത് ഒരു മിതമായ അളവിൽ. ബിക്കോസ് നമുക്കറിയാം, രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കാമായിട്ട്, അല്ലെങ്കിൽ വളരെ റിതമെറ്റിക്കൽ ആയിട്ടുള്ള മോർണിംഗ് ആയിരിക്കണം എന്ന് പറയാറുണ്ട്, ഏറ്റവും കാമിങ് ആയിട്ടുള്ള. അതുപോലെ നമ്മുടെ ലൈഫിൽ ക്രൂഷ്യൽ ആയിട്ടുള്ള ഓരോ സിറ്റുവേഷൻ കടന്നു വരുമ്പോൾ നമുക്ക് വളരെ കാമായിട്ട് അതിനോട് ഇടപെടാൻ പറ്റുന്നുണ്ടോ? അതുപോലെ ഡേ ടൈമിൽ രജസിക് ഗുണത്തോടു കൂടി ആക്റ്റീവായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? രാത്രിയിൽ
തമസിക് ഗുണത്തിൽ ഏറ്റവും നന്നായിട്ട് ഡീപ്പായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ലൈഫിൽ ഓരോ കാര്യങ്ങളും ഓരോ സെൻസസിലും നമ്മൾ എന്ത് ചെയ്യണം? ഈ പറയുന്ന ഗുണങ്ങളെ മിനിമൽ ചെയ്തുകൊണ്ട് കടന്നു പോവുക, ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ ഏതൊക്കെയാണ് 5 സെൻസസ്? നമുക്കറിയാം, കാഴ്ച, കേൾവി, മണം, രുചി, സ്പർശം എന്ന് നമ്മൾ പറയാറുണ്ട്. ബിക്കോസ് ഈ ഓരോ സെൻസസിലൂടെ നമ്മൾ കളക്ട് ചെയ്യുന്നതെല്ലാം ഇൻപുട്ടുകളാണ്. അവയാണ് എല്ലാം തീരുമാനിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. അതാണ് നമ്മുടെ ഉള്ളിലുള്ള ഡാറ്റാസ് എന്ന് പറയുന്നത്, അല്ലെ? അങ്ങനെയെങ്കിൽ കാഴ്ചയിൽ ഏറ്റവും നല്ലത് മോർണിംഗ് എഴുന്നേൽക്കുന്ന സമയത്ത് തന്നെ ഫസ്റ്റ് നമ്മുടെ കയ്യിൽ ഫോണാണോ എന്നുള്ളതൊന്ന് ചിന്തിച്ചു നോക്കുക, അല്ലെ? എന്താണോ നമ്മൾ, ഏത് തരത്തിലുള്ള കാര്യങ്ങളാണോ നമ്മൾ റിപ്പീറ്റഡ്ലി കാണുന്നത്, അത് നമ്മുടെ ചിന്തകളിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സാത്വിക് എന്ന് പറയുമ്പം ഏറ്റവും നല്ലത്, പ്രകൃതിയോട് ഏറ്റവും ഇണങ്ങിയ ഏറ്റവും നല്ല നല്ല കാര്യങ്ങളെ കാണാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. രജസിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളിൽ ഓവർ സ്റ്റിമുലേഷൻസ് ഉണ്ടാക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ മിനിമൽ ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തമസിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മൾ പറയാറുണ്ട്, ചില കാര്യങ്ങൾ നമുക്ക് കാണുമ്പോൾ മനസ്സിന് ഭയങ്കര ഭാരം തോന്നാറുണ്ട്. ഇപ്പൊ നമ്മൾ ഈ സ്ട്രെസ് ഒക്കെ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നവരുടെ അടുത്ത് പറയുന്ന ഒരു കാര്യമാണ്, നൈറ്റ് നിങ്ങൾ കിടക്കുന്നതിന് മുന്നേ ദയവ് ചെയ്ത് ഒരു രീതിയിലുള്ള ക്രൈം ന്യൂസസോ അത്തരത്തിലുള്ള നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണാനോ കേൾക്കാനോ നിൽക്കരുത് എന്ന് പറയാറുണ്ട്. അതിന്റെ മെയിൻ ആയിട്ടൊരു ഉദ്ദേശം എന്താണ്? നമ്മളിൽ ആ ഒരു ഹെവിനെസ് ക്രിയേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി. ഹെവിനെസ് മീൻസ് നമ്മളിൽ നോർമലി നമുക്ക് കിട്ടുന്ന ഒരു റെസ്റ്റിംഗ് തമസിക് ഗുണത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റാതെ ഒരു എന്താ പറയാ ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടാകുകയാണ് ആ ഒരു ഇമോഷൻസിൽ നിന്ന്. അതുപോലെ കേൾവി, ഏറ്റവും റിതമെറ്റിക്കൽ ആയിട്ടുള്ള വളരെയധികം കാമിങ് ആയിട്ടുള്ള മ്യൂസിക്കുകൾ, നേച്ചർ സൗണ്ട്സ് കേൾക്കാൻ നമ്മൾ പറയാറുണ്ട്. അപ്പൊ അവിടെ നമ്മൾ മാക്സിമം ഒഴിവാക്കേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? നെഗറ്റീവ് ആയിട്ടുള്ള കോൺവെർസേഷൻ, ലൗഡ് നോയ്സസ്, ഇതൊക്കെ നമ്മളെ നെർവസ് സിസ്റ്റത്തിനെ എഫക്റ്റ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്ത് കാര്യങ്ങൾ നമ്മുടെ സെൻസസിലൂടെ കൊടുക്കുമ്പോഴും കോൺഷ്യസ്ലി നമ്മൾ കൊടുക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ടേസ്റ്റ്, ഭക്ഷണത്തിന്റെ കാര്യത്തിലും ഈ പറയുന്ന പോലെ 3 ഗുണങ്ങളുണ്ട്. സാത്വിക് ഗുണം എന്ന് പറയുന്നത് ഏറ്റവും ഓർഗാനിക് ആൻഡ് ഫ്രഷ് ആയിട്ടുള്ള ഭക്ഷണങ്ങളെയാണ്, ലൈവ് ആയിട്ടുള്ള ഭക്ഷണങ്ങളെയാണ് നമ്മൾ സാത്വിക് എന്ന് പറയുന്നത്. അതുപോലെ രജസിക് എന്ന് പറയുന്ന ഓവർ സ്പൈസി ആയിട്ടുള്ള, നമുക്ക് എഡിക്ഷൻസും സ്റ്റിമുലേഷൻസും തരുന്ന ഭക്ഷണങ്ങളെ മിനിമൽ ആക്കുക. അതുപോലെ തമസിക് എന്ന് പറയുന്നത് ഹെവി മീൽസ് ആണ്, അത് മാക്സിമം ഒഴിവാക്കുക. ഇപ്പൊ ഭക്ഷണത്തിന്റെ കാര്യങ്ങളിലും നമ്മൾ കോൺഷ്യസ്ലി ഏറ്റവും നല്ലത് തിരഞ്ഞെടുത്ത് കൊടുക്കുക. ബിക്കോസ് ഈ സിസ്റ്റം ഉണ്ടെങ്കിലേ നമുക്ക് സർവൈവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ, അല്ലെ? അപ്പോ കാഴ്ചയിലൂടെ നമ്മൾ ഏറ്റവും നല്ലത് കൊടുക്കുക, കേൾവിയിലൂടെ നമ്മൾ ഏറ്റവും നല്ലത് കൊടുക്കുക, രുചി, ഭക്ഷണത്തിലൂടെ നമുക്ക് ഏറ്റവും നല്ലത് എന്താണോ അത് കൊടുക്കുക, സ്പർശം, ടച്ച്, നമ്മൾ പറയാറുണ്ട് ഗ്രൗണ്ടിങ് വർക്ക്സ് എന്ന് പറയാറുണ്ട്. അതുപോലെ ഭൂമിയോട് ഏറ്റവും ഇടപെടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ, പ്ലാന്റിങ്, ബാർഫുട്ട് വാക്കിംഗ്, ഗ്രൗണ്ടിങ് എക്സസൈസ്, ഇതൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ സ്മെല്ല്, നാച്ചുറൽ ആയിട്ടുള്ള സ്മെല്ല്, ഫ്രഷ് എയർ ഇൻഹേൽ ചെയ്യുക. അപ്പോൾ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് സെൻസറി അലൈൻമെന്റ് ആണ്. ഇന്നലെ വരെ നമ്മൾ കൊടുത്തിട്ടുണ്ട്, പല ഡാറ്റാസും കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇനി അങ്ങോട്ട് നമ്മൾ കോൺഷ്യസ്ലി എന്ത് ചെയ്യാന്നാ പറയുന്നത്? എന്താണോ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നത് അത് നമ്മളായി മാറും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കോൺഷ്യസ്ലി ഇന്ന് നമുക്കൊരു തീരുമാനം എടുക്കാം, നാളെ മുതൽ അല്ലെങ്കിൽ നെക്സ്റ്റ്, ഇതൊരു പുതിയ മന്താണല്ലേ, അപ്പോൾ എൻ്റെ സെൻസസിനെ ഞാൻ എന്ത് ചെയ്യും? അതിനെ മാസ്റ്റർ ചെയ്യും എന്നുള്ളതാണ്. ഫീഡ് ഗുഡ് എന്നുള്ളതാണ്. ഏറ്റവും നല്ലത് ഞാൻ കൊടുക്കും. ബിക്കോസ് ഐ ലവ് മൈസെൽഫ്. ഞാൻ എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് ഏറ്റവും നല്ലത് എനിക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യും? തീരുമാനിക്കും എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ആൻഡ് ദി സെക്കൻഡ് വൺ ഈസ് പ്യൂരിഫൈങ് ദ പ്രാണ എന്നുള്ളതാണ്. ഫസ്റ്റ് പോയിന്റ് ഓക്കെ ആണോ? ഓക്കെ ആണോ? സെൻസറി അലൈൻമെന്റ്. ഇന്നു മുതൽ ഏറ്റവും നല്ലത് തന്നെ
എല്ലാ സെൻസസിലൂടെയും ഞാൻ എന്നെ ഫീഡ് ചെയ്തിരിക്കും. നല്ലത് മാത്രം. ബിക്കോസ് ഐ ലവ് മൈസെൽഫ്. എപ്പോഴൊക്കെ കൺഫ്യൂഷൻസ് വരുന്നോ ആ സമയത്തൊക്കെ പറയാൻ പറ്റുന്ന ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വാക്കാണ് എന്ത്? ഐ ലവ് മൈസെൽഫ്. അല്ലേ? ഐ ലവ് മൈസെൽഫ്. അതുകൊണ്ട് തന്നെ എൻ്റെ മെൻ്റൽ പീസ്, എൻ്റെ ഇന്നർ ഹൈജീൻ, ദാറ്റ് ഈസ് വെരി വാല്യുബിൾ ഫോർ മീ. ബിക്കോസ് എനിക്ക് ഏറ്റവും പ്രഷ്യസ് ആയത് എന്താണെന്ന് ചോദിച്ചാൽ മൈ ബോഡി ആൻഡ് മൈ മൈൻഡ്. ഇറ്റ് വാസ് വെരി വാല്യുബിൾ ടു മീ. Okay? And the second one is purify the prana. That means breath work. മോർണിംഗിൽ ബ്രെത്ത് വർക്ക് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. വെദർ യു ഹാവ് ടൈം ടു ഡു മെഡിറ്റേഷൻ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിൽ കൂടുതൽ സമയം കിട്ടുന്നില്ല എങ്കിൽ കൂടിയും ബ്രെത്ത് വർക്ക് പ്രാക്ടീസ് ചെയ്യുക. ബിക്കോസ് പ്രാണ, ദ ലൈഫ്, അല്ലേ, നമ്മുടെ ഫ്യൂവൽ എന്ന് പറയുന്നത് ബ്രെത്താണ്. അപ്പോൾ അതിനെ പ്യൂരിഫൈ ചെയ്യാനായിട്ട് നമ്മൾ സമയം കണ്ടെത്തുക എന്നുള്ളത് നമ്മളോട് നമ്മൾ കാണിക്കുന്ന സ്നേഹത്തിൻ്റെ അടുത്ത ഒരു സിമ്പിളാണെന്ന് പറയാം. ഓരോ തവണ നിങ്ങൾ ശ്വാസം എടുക്കുമ്പോഴും നിങ്ങൾ നിങ്ങളെ പ്യൂരിഫൈ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ രാവിലെ ചെയ്യാനായിട്ട് സാധിക്കുന്ന ബ്രെത്ത് വർക്കുകൾ, മിനിമൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് സ്ലോ ഡയഫ്രമാറ്റിക് ബ്രെത്ത് പ്രാക്ടീസ് ചെയ്യാം. കാരണം നമ്മുടെ കംപ്ലീറ്റ് ബോഡിയിലേക്കുള്ള പ്യൂരിഫിക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു ഓക്സിജൻ സപ്ലൈ എൻഷുർ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ചെയ്തു തരുന്ന ഒരു ബ്രെത്ത് എക്സസൈസ് ആണ് സ്ലോ ഡയഫ്രമാറ്റിക് ബ്രെത്ത് എന്ന് പറയുന്നത്. അതുപോലെ ഓൾട്ടർനേറ്റീവ് നോസ്ട്രിൽ ബ്രെത്ത് അഥവാ നാഡീശോധന, നാഡീശുദ്ധി പ്രാണായാമ എന്ന് നമ്മൾ പറയും. നമ്മുടെ 2 ബ്രെയിൻ ഹെമിസ്ഫിയറിലേക്കും പ്രോപ്പറായിട്ട് ഓക്സിജൻ സപ്ലൈ എൻഷുർ ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ബ്രെത്ത് വർക്കാണ് ഓൾട്ടർനേറ്റീവ് നോസ്ട്രിൽ ബ്രെത്ത്. ദെൻ യു ക്യാൻ ഗോ വിത്ത് ബോക്സ് ബ്രീത്ത്, യു ക്യാൻ എക്സ്പാൻഡ് യുവർ ചെസ്റ്റ് എന്നൊക്കെ ഉള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്കതിന് സ്ട്രക്ചർ തരാനായിട്ട് സാധിക്കുക എന്ന് ചോദിച്ചാൽ, യു ക്യാൻ സ്റ്റാർട്ട് വിത്ത് നേസൽ ബ്രീത്ത്. ഫസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നോർമൽ ആയിട്ടുള്ള നേസൽ ബ്രീത്ത് ചെയ്യാം. നേസൽ ബ്രീത്ത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ശ്വാസം എടുക്കുന്ന സമയത്ത് പൊതുവെ ചെയ്തു വരുന്നൊരു ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോഴ്സ്ഫുള്ളി ശ്വാസം എടുക്കും. ഫോർ എക്സാമ്പിൾ എന്ന് വലിച്ച് ശ്വാസം എടുക്കും. അതിന് പകരം നമ്മൾ പറയില്ല, ഒരു പൂ പോലെ അല്ലെങ്കിൽ പൂവിൻ്റെ ഇതള് പോലെ ഏറ്റവും സോഫ്റ്റ് ആയിട്ട് നമ്മൾ ബ്രെത്ത് എടുക്കുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മളെ കാം ചെയ്യാനായിട്ട് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ബ്രെത്ത് നമ്മൾ അറിയാതെ നമ്മുടെ മൈൻഡിന് അലേർട്ട്നെസ് കൊടുക്കുകയാണ് എന്നുള്ളത് വലിയൊരു യാഥാർത്ഥ്യമാണ്. കാരണം ഫോഴ്സ്ഫുൾ ബ്രെത്ത് എപ്പോഴും നമ്മുടെ മൈൻഡിന് അലേർട്ട്നെസ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന നേസൽ ബ്രീത്ത് ഫോഴ്സ് ആകരുത് അല്ലെങ്കിൽ കൺട്രോൾഡ് ആവരുത്. പകരം എന്ത് ചെയ്യാനാ പറയുന്നത്? വളരെയധികം മൃദുവായിട്ട്, ലൈക്ക് പെറ്റൽസ് ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറയുന്ന പോലെ അത്രയും സോഫ്റ്റ് ആയിട്ട് ബ്രെത്ത് എടുക്കുക. ഒരു 4 സെക്കൻഡ് കൊണ്ട് ബ്രെത്ത് എടുത്ത് 6 സെക്കൻഡ് കൊണ്ട് പതുക്കെ റിലീസ് ചെയ്ത് വിടുക മൂക്കിലൂടെ തന്നെ. ആൻഡ് യു ക്യാൻ ഗോ വിത്ത് ഓൾട്ടർനേറ്റീവ് നോസ്ട്രിൽ ബ്രീത്ത് സെക്കൻഡിൽ. രണ്ടാമത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ ബ്രെയിനിലേക്ക് കൃത്യമായിട്ട് ഓക്സിജൻ സപ്ലൈ കൊടുക്കുക. ആൻഡ് യു ക്യാൻ ഗോ വിത്ത് ഉജ്ജൈ പ്രാണായാമ ഓർ ഹമ്മിങ് ബ്രീത്ത്. മൂന്നാമത് നിങ്ങൾക്കിത് ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ബെനിഫിറ്റ്സും അതെങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പം നേസൽ ബ്രീത്ത്, ഓൾട്ടർനേറ്റീവ് നോസ്ട്രിൽ ബ്രീത്ത്, ഐദർ യു ക്യാൻ ഗോ വിത്ത് ഹമ്മിങ് ബ്രീത്ത് ഓർ ഉജ്ജൈ പ്രാണായാമ. Then move with your belly, slow diaphragmatical breath. ഇത്രയും കാര്യങ്ങളെങ്കിലും നമ്മൾ മോർണിംഗ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഇപ്പം മെഡിറ്റേഷൻ ചെയ്യുന്നവർക്ക് ശരിക്കും പറഞ്ഞാൽ 5 ഡയമെൻഷനിൽ അല്ലെങ്കിൽ 5 ഡയറക്ഷനിൽ സർക്കുലേഷൻ കൊടുക്കാനുണ്ട്. അറ്റ്ലീസ്റ്റ് നമ്മൾ ഈ ഒരു 4 ബ്രെത്ത് മെത്തേഡ് എങ്കിലും നമ്മുടെ ലൈഫിൽ അല്ലെങ്കിൽ നമ്മുടെ മോർണിംഗ് റൂട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്യുക. ബിക്കോസ് ഒരു റഷ് ഡേയിലേക്കാണ് നിങ്ങൾ ഇറങ്ങാൻ പോകുന്നത്. ബിക്കോസ് അതിന് പ്രിപ്പയർ ചെയ്ത് പോകുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ പ്യൂരിഫിക്കേഷൻ ഓഫ് യുവർ പ്രാണ, ദ സെക്കൻഡ് പോയിന്റ്. പിന്നെ ഇമോഷണൽ റിലീസിങ് ആണ് പറയുന്നത്. ജേർണലിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. എന്താണോ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് വിത്തൗട്ട് സപ്രസിങ് ഇറ്റ്,
റൈറ്റ് ഇറ്റ് ഡൗൺ എന്നുള്ളതാണ്. ബിക്കോസ് സപ്രഷൻ ഇസ് ദ മെയിൻ എനിമി എന്ന് പറയാം. ഉള്ളിൽ ഒതുക്കുക എന്നുള്ളതാണ് നമ്മളോട് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഈവൻ നമ്മുടെ എനർജിയെ പറ്റിയൊക്കെ പഠിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പ്രോബ്ലമാറ്റിക് ആയിട്ട് വരുന്നത് സപ്രഷനാണ്. വാട്ട് യു ഫീൽ അത് റിലീസ് ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറാകുക. ബിക്കോസ് ഇമോഷൻസ് വരും, അതിനെ സപ്രസ് ചെയ്യാതെ റിലീസ് ചെയ്യാനായി യു ക്യാൻ യൂസ് ജേർണലിംഗ്. അതുപോലെ EFT ടാപ്പിംഗ് മെക്കാനിസം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഗ്രൗണ്ടിങ് പ്രാക്ടീസസ് എക്സസൈസസ് ചെയ്യുക. നിങ്ങളുടെ ബോഡി മൂവ്മെന്റ്സ് നിങ്ങളുടെ ഇമോഷണൽ സ്റ്റക്നെസ്സിനെ റിമൂവ് ചെയ്യാനായിട്ട് റിലീസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ മൂന്നാമത് പറയുന്നത് ഇമോഷണൽ റിലീസിംഗ് ആണ് ത്രൂ ജേർണലിംഗ്, EFT ആൻഡ് ഗ്രൗണ്ടിങ് പ്രാക്ടീസസ്. 3 പോയിന്റ്സ് പറഞ്ഞു. സെൻസറി അലൈൻമെന്റ്, that is master your 5 senses, that means feed good for yourself. Second one, purify the prana, breath work. മോർണിംഗ് എന്തായാലും ഇനിയിപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നവരാണെങ്കിൽ കുറച്ചും കൂടി കോൺഷ്യസ്ലി പ്രാക്ടീസ് ചെയ്യുക, ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ആഡ് ഓൺ. മൂന്നാമത്തത് ഇമോഷണൽ റിലീസിംഗ് ത്രൂ ജേർണലിംഗ്, EFT ആൻഡ് ഗ്രൗണ്ടിങ് പ്രാക്ടീസസ്. ആൻഡ് ഫൈനലി പ്രാക്ടീസ് സൈലൻസ്. മോർണിംഗും ഈവനിങ്ങും ആൻഡ് എസ്പെഷ്യലി ബിഫോർ യുവർ ബെഡ് പ്രാക്ടീസ് ദാറ്റ് സൈലൻസ്. ആ സൈലൻസിൽ ഇരിക്കുന്ന സമയത്ത് പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, എൻ്റെ മനസ്സിലേക്ക് തോട്ട്സ് വരുന്നു. ഓഫ് കോഴ്സ് തോട്ട്സ് വരണം. ബിക്കോസ് എവ്രി ക്വസ്റ്റ്യൻസ്, നിങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങളും നിങ്ങളുടെ ചിന്തകളിൽ തന്നെയാണുള്ളത്. പലപ്പോഴും നമ്മൾ ആ ചിന്തകളെ പേടിച്ചിട്ട് അത് വേണ്ട എന്നുള്ള രീതിയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ബിക്കോസ് നമുക്ക് വേണ്ടുന്ന സൊല്യൂഷൻസും എവിടെ തന്നെയാണുള്ളത്? നമ്മുടെ ചിന്തകൾക്കുള്ളിൽ തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയാറുണ്ട്, വിഘ്നം തന്നെ മാർഗവും എന്ന് പറയാറുണ്ട് അല്ലേ? അപ്പോൾ എന്താണോ നമ്മുടെ ഉള്ളിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത് അതിനെ ക്ഷമയോടെ, സന്തോഷത്തോടെ, എന്താ പറയുക, പേഷ്യൻസോട് കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, എന്താണ് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ബിക്കോസ് എവറി ആൻസർ ആ വരികൾക്കുള്ളിൽ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ സൈലൻസ് പ്രാക്ടീസ് ചെയ്യുക. യു ക്യാൻ ഗോ വിത്ത് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് മെഡിറ്റേഷൻ. അതിൽ തന്നെ നേച്ചർ ബേസ്ഡ് മെഡിറ്റേഷൻ നമ്മുടെ മനസ്സിനെ വളരെ റിലാക്സ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. റിലാക്സിങ് മെഡിറ്റേഷൻസ് ചെയ്യുക. കൂടുതൽ എനർജൈസിങ് മെഡിറ്റേഷൻ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് റിലാക്സിങ് മെഡിറ്റേഷൻസ് ആണ്. പലപ്പോഴും നമ്മൾ ചെയ്യുന്നൊരു മിസ്റ്റേക്ക് അതാണ്. നമ്മുടെ ലൈഫിലേക്ക് നമുക്ക് കുറച്ചും കൂടി മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ ആദ്യം തന്നെ എനർജൈസിങ് മെഡിറ്റേഷൻസ് ചെയ്യും. അപ്പോൾ നമുക്ക് ഫൗണ്ടേഷൻ ഇല്ല, ഒരു സേഫ്നെസ് ഫീൽ ചെയ്യാത്തത് കൊണ്ട് പലപ്പോഴും നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുന്നില്ല. അതിന് പകരം എന്ത് ചെയ്യുക, വളരെ കാമിങ് ആയിട്ടുള്ള ഏറ്റവും റിലാക്സ് ആയിട്ടുള്ള പ്രാക്ടീസസ് എന്ന് തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഈ ഒരു 4 പോയിന്റ്സ് ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ്. എപ്പോഴാണോ നമ്മൾ നമ്മുടെ തോട്ട്സിനെ പറ്റി അവെയർ ആവുന്നത്, നമ്മുടെ ഉള്ളിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങളെ പറ്റി തിരിച്ചറിയുന്നത്, ഹീലിംഗ് അല്ലെങ്കിൽ നമ്മുടെ ലൈഫിന്റെ മറ്റൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ആവുന്നത് അവിടെ നിന്നാണ്. സോ ഐ റിപ്പീറ്റ് ദ പോയിന്റ്: സെൻസറി അലൈൻമെന്റ്, പ്യൂരിഫൈങ് ദ പ്രാണ, ഇമോഷണൽ റിലീസിംഗ്, പ്രാക്ടീസ് സൈലൻസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പറയാനായിട്ട് ഞാൻ ആഗ്രഹിച്ചത്. അപ്പൊ ഇന്നർ ഹൈജീൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഓരോ ദിവസവും നമ്മൾ നമ്മളോട് കാണിക്കുന്ന സ്നേഹത്തിന്റെ സിമ്പിളാണ് എന്ത്? ഇന്നർ ഹൈജീൻ എന്ന് പറയുന്നത്. ബിക്കോസ് മെഡിറ്റേഷൻ ആയിക്കോട്ടെ, ബ്രെത്ത് വർക്ക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഓരോ സെൽഫ് ലവിങ് ആക്ടിവിറ്റീസും, വെദർ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഇനീഷ്യേറ്റീവ് എടുത്ത് ചെയ്യുന്ന ഏതൊരു കുഞ്ഞു കാര്യവും എന്താണ്? ഇന്നർ ഹൈജീന്റെ ഭാഗം തന്നെയാണ്. അപ്പൊ അതിന് പ്രത്യേകം എഫേർട്ട് എടുത്ത് കൺട്രോൾഡ് ആയിട്ട് ഒരു കാര്യം ചെയ്യുക എന്നുള്ളതല്ല, സന്തോഷത്തോടു കൂടി നമ്മൾ എടുക്കുന്ന കുഞ്ഞു കുഞ്ഞു എഫേർട്ടുകൾ അത് നമ്മളിൽ ഒരുപാട് മാറ്റം ഉണ്ടാക്കും എന്നുള്ളത് നമുക്കറിയാം അല്ലേ? അതുകൊണ്ടാണ് നിങ്ങൾ ഓരോരുത്തരും ഈ മോർണിംഗ് അവേഴ്സിൽ ഇവിടെ ആയിരിക്കുന്നത്. സോ ഒരുപാട് സന്തോഷവും ഒരുപാട് അനുഗ്രഹങ്ങളും നിങ്ങളുടെ എല്ലാവരുടെ ലൈഫിലും ഉണ്ടാകട്ടെ എന്ന് മനസ്സ് നിറഞ്ഞു പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യാണ്. Thank you so much and have a great day.
താങ്ക് യു. Thank you, ma'am. താങ്ക് യു. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. നല്ല അടിപൊളി സെഷൻ ആയിരുന്നു. താങ്ക് യു സർ. ഞാൻ മാമിന്റെ കൃത്യമായിട്ട് മെഡിറ്റേഷൻ ഒക്കെ ഫോളോ ചെയ്യുന്നതാണ്. താങ്ക് യു. അപ്പൊ കൃത്യമായിട്ട് ഫോളോ. അതിൻ്റെതായിട്ടുള്ള വ്യത്യാസം നമ്മുടെ ലൈഫിലും അത് കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പോ ലൂമ കുറച്ച് ദിവസമായിട്ട് പെൻഡിങ് ആയിരുന്നു. അപ്പോൾ കുറെ വീഡിയോസ് അതിൻ്റെ അകത്ത് നിന്ന് മാം റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. റിമൂവ് ആയിട്ടുണ്ടോ? ഇതിന് പഴയ വീഡിയോസ് തന്നെയാണ് നമ്മൾ വീണ്ടും. അതെ അല്ലേ? യെസ്, ചെറിയൊരു എമർജൻസി വന്നിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ഇന്ന് മുതൽ നമ്മൾ വീണ്ടും, അല്ലെങ്കിൽ ഇന്ന് മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ചെറിയ ചെറിയ ഒരു എമർജൻസി വന്നതുകൊണ്ടാണ് ക്ലാസ്സസ് മിസ്സായത്. ബട്ട് ഫുൾ പവറോട് കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, തീർച്ചയായിട്ടും. എന്നിവ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ടുള്ള ഈ സ്റ്റക്കായി നിൽക്കുന്നവർക്കൊക്കെ വളരെ അത്യാവശ്യം ചെയ്യേണ്ട കുറെ കാര്യങ്ങളാണ്. ലൈഫ് ആസ്വദിച്ച് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ മെഡിറ്റേഷൻ, നമ്മളെ തിരിച്ചറിയാനും മെഡിറ്റേഷൻ ആണെന്ന് ഞാൻ പറയും. എനിവേ, വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു മാം. താങ്ക് യു സർ. താങ്ക് യു മാം. നല്ല സെഷൻ ആയിരുന്നു. ഇന്നർ ഹൈജീൻ. പിന്നെ മാം ഞാനൊരു ഡൗട്ട് ചോദിക്കാനേ. ഇപ്പൊ നമ്മൾ ആ. മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മളുടെ മോർണിംഗ് സർക്കിളിലെ മെഡിറ്റേഷൻ മാം അറിയാലോ, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട്. അപ്പൊ അതൊക്കെ ഫുള്ളിയല്ലേ നമ്മൾ ചെയ്യാ? കേട്ടില്ല, ബ്രേക്ക് ആയി. ഫോഴ്സ്ഫുള്ളി ആണല്ലോ അതൊക്കെ ചെയ്യുന്നത്, ആ ഡീപ് ബ്രീത്തിങ്. അതില് നമ്മൾ ചെയ്യുന്ന കാര്യം, അത് നിങ്ങൾക്ക് ഒരു സജഷൻ ആയിട്ട് കൊടുക്കാം. ബ്രെത്ത് എടുക്കുന്ന സമയത്ത് ദീർഘമായിട്ട് ശ്വാസം എടുക്കണം എന്ന് നമ്മൾ പറയുമ്പോൾ പൊതുവെ വരുന്നൊരു തെറ്റിദ്ധാരണയാണ് വലിച്ചു എടുക്കുക എന്നുള്ളത്. പൊതുവെ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതിന് പകരം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും ദീർഘമായിട്ട് തന്നെ എടുക്കണം, പക്ഷെ കൺട്രോൾ ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കരുത്. നിങ്ങൾക്ക് എത്രമാത്രം അതിനെ ദീർഘമാക്കാൻ പറ്റുമോ അത്രമാത്രം മാത്രം ചെയ്താൽ മതി എന്നുള്ളതാണ്. ബിക്കോസ് ഓരോരുത്തരുടെ കപ്പാസിറ്റിയും ഡിഫറെൻ്റ് ആണ്. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ കോൺഷ്യസ്ലി ശ്രദ്ധിക്കേണ്ട കാര്യം ആ ശ്വാസത്തെ എത്ര സോഫ്റ്റ് ആയിട്ട്, എത്ര മൃദുവായിട്ട് എടുക്കാൻ പറ്റുമോ അത്രമാത്രം നമ്മുടെ നെർവസ് സിസ്റ്റം കാമായിട്ട് കിട്ടും എന്നുള്ളതാണ്. ഓക്കെ. പക്ഷെ നമ്മൾ വിചാരിച്ചിരുന്നത് ഇങ്ങനെ ഡീപ് ബ്രീത്ത് എന്ന് പറയുമ്പോഴേ ഒരുപാട് ശ്വാസം കൂടെ ഉള്ളിലേക്ക് അങ്ങോട്ട് ഒരുപാട് എടുക്കാന്നുള്ള പോലെയാണ് വിചാരിച്ചിരുന്നത്. അങ്ങനെയല്ല അല്ലെ? അതായത് പെട്ടെന്ന് ഒരുപാട് എടുക്കാന്നുള്ള പോലെ മാക്സിമം നമ്മൾ കൊണ്ട് പറ്റണ അത്രയും അങ്ങനെയൊക്കെ മുമ്പ് കേട്ടിട്ടുണ്ടേ. ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നത്. ഈ റാപ്പിഡ് ബ്രീത്ത് ഒക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെ എടുത്തു വിടാം. പക്ഷെ നമ്മളിപ്പോ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് ഒരു ഗ്രൂപ്പിലൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്കറിയില്ല നമ്മുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരാളുടെ കപ്പാസിറ്റി എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ പൊതുവെ ഞാൻ ക്ലാസ്സസിൽ പറയുന്ന ഒരു കാര്യമാണത്. ദീർഘമായിട്ട് എടുക്കുക എന്ന് പറയുമ്പോൾ മൃദുവായി അല്ലെങ്കിൽ വളരെ സോഫ്റ്റ് ആയിട്ട് എടുക്കുക എന്നുള്ളത് ഒന്ന് ചേർത്ത് പറയുകയാണെങ്കിൽ അത് കുറച്ചും കൂടി എഫക്റ്റീവ് ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഒരു സജഷൻ കൊടുത്താൽ മതി. ശരിയാണ്, എനിക്ക് തോന്നാറുണ്ട്. ഞാനിവിടെ എന്റെ ട്യൂഷനിലെ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാറുണ്ടേ. അപ്പൊ ചില കുട്ടികൾക്കൊന്നും ഒരു സുഖമില്ല ഇങ്ങനെ ഡീപ് ബ്രീത്ത് എടുക്കുക. പക്ഷെ ഞാനത് കൊടുക്കണ ഇൻസ്ട്രക്ഷൻസ് കറക്റ്റ് അല്ലാത്തോണ്ടാന്ന് തോന്നുന്നുണ്ട്. അത് നമ്മൾ പറയില്ലേ, ശ്വാസം എടുക്കുന്ന ദീർഘമായിട്ട് എടുക്കുന്ന സമയത്ത് നിങ്ങളത് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ചെയ്തു നോക്കുമ്പോൾ അതിന്റെ രണ്ടിന്റെയും ഡിഫറൻസ് മനസ്സിലാവും. മറ്റേത്
ഭയങ്കര ഫോഴ്സ് ചെയ്യുമ്പോൾ ഒരു ഹീറ്റ് ആണ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്. ശരിക്കും ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത്. അതേസമയം നമ്മൾ എടുക്കുമ്പോൾ വളരെ റിലാക്സിങ് ആയിട്ടുള്ള ബ്രത്താ വരുന്നത്. നിങ്ങൾ ആവശ്യത്തിന് എടുത്തോ, പക്ഷെ നല്ല എടുത്താൽ മതി എന്നുള്ളതാണ്. ഓക്കെ. പക്ഷെ വരുന്ന സമയത്ത് എനർജൈസിങ് ബ്രത്ത് വേറെ ഉണ്ട്. ആ സമയത്ത് നമ്മൾ ഈ പറയുന്നത് പോലെ വളരെ സ്പീഡിൽ എടുക്കുന്ന ബ്രത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളൊരു ഗ്രൂപ്പിൽ ഇരിക്കുമ്പോൾ അതിൽ പല എന്താ പറയാ ഇമോഷണൽ സ്റ്റേറ്റ് ഉള്ളവരുണ്ടാവും. അപ്പം എല്ലാവർക്കും എന്താണോ പറ്റുക അതിനനുസരിച്ച് കൊടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ ഈ ഗ്രൂപ്പ് മെഡിറ്റേഷൻസും ടാസ്കുകളും കൊടുക്കുമ്പോൾ അതിലധികം എനർജൈസിങ് ബ്രത്ത് കൊടുക്കാത്തത്. ഇനി കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ അവരുടെ കണ്ടീഷൻ എന്താണ് എന്ന് പേഴ്സണലി ചോദിക്കണേ എന്ന് പറയാറുണ്ട്. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. താങ്ക് യു മാം. നല്ല Thank you, സെഷൻ dear. ആയിരുന്നു. 4 പോയിന്റ്സുകളൊക്കെ അടിപൊളിയാണ്. താങ്ക് യു സോ മച്ച്. Thank you, ma'am. ഗുഡ് മോർണിംഗ് സ്റ്റെഫി മാം. Morning. നല്ല സെഷനായിരുന്നു. നേരത്തെ അൻസാർ സാറും സജന മാം പറഞ്ഞ പോലെ റെലവൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ്. എനിക്ക് ഈ ഭക്ഷണം നല്ലപോലെ കഴിക്കുന്ന, നല്ല പോലെയല്ല, കിടക്കുന്ന സമയത്തൊക്കെ ഫുഡ് കഴിക്കുന്ന സ്വഭാവമുണ്ട്. അത് നല്ലതല്ല എന്ന് മനസ്സിലായി. ബാക്കിയെല്ലാം നല്ല അൻസാർ സാർ ചിരിക്കുന്നുണ്ട്. താങ്ക് യു ഫോർ ദ വണ്ടർഫുൾ സെഷൻ. എല്ലാം പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അത് ഫുള്ളി ചെയ്യണ്ട, പതുക്കെ പതുക്കെ കൊണ്ടുവന്നാൽ മതി. പതുക്കെ ചെയ്യുമ്പോഴും നമുക്ക് എന്ത് ചെയ്യാ, റിസൾട്ട് തരിക. പെട്ടെന്ന് കാണിക്കുന്നതായിട്ടുള്ള ഒരു മോട്ടിവേഷൻ പൊതുവെ നമുക്ക് ലാസ്റ്റ് ചെയ്യില്ല എന്നുള്ളതാണ്. അപ്പൊ പതുക്കെ പതുക്കെ നമ്മൾ എന്ത് ചെയ്യാ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അതിലേക്ക് എത്തുക. അപ്പൊ എപ്പോഴും നമുക്ക് സസ്റ്റെയിൻ ആയിട്ട് അത് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, താങ്ക് യു. ഫുഡിന്റെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്രേവിങ്സ് കൂടും, നമുക്കത് ബുദ്ധിമുട്ടാവും. അപ്പൊ എന്ത് ചെയ്യണം, ഘട്ടം ഘട്ടമായിട്ട് മാത്രം കുറക്കുക. ഒറ്റയടിക്ക് അത് കുറയ്ക്കരുത്. എസ്പെഷ്യലി ഷുഗർ ഒക്കെ കട്ട് ചെയ്യുന്നവരടുത്ത് പറയും, നിങ്ങൾ ഇത്രയും കാലം ഷുഗർ കഴിച്ചിട്ട് പെട്ടെന്ന് അത് നിർത്തുമ്പോൾ അത് നമുക്ക് എക്സസീവ് സ്ട്രെസ് ആണ് കൊടുക്കുന്നത്. നമ്മൾ അറിയാതെ തന്നെ നമുക്ക് മൈൻഡിന് നമ്മൾ അത്രയും സ്ട്രെസ് കൊടുക്കുന്നത്. അപ്പൊ മിനിമലാക്കി കൊണ്ടുവരാന്നുള്ളതാണ്. ഓക്കെ മാം. ഗ്രാജുവൽ ആക്കിയാൽ അതെ കൺസിസ്റ്റന്റ് ആയിരിക്കും. അല്ലെങ്കിൽ അത് മോട്ടിവേഷൻ തീർന്നു കഴിഞ്ഞാൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്യും അല്ലേ? ചെയ്യുന്ന ഏറ്റവും പ്രശ്നം അതാണ്. തുടങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇപ്പൊ ജിമ്മിൽ പോവുകയാണെങ്കിലും എല്ലാ കാര്യത്തിലും നമ്മൾ തുടങ്ങുമ്പോൾ ഭയങ്കര എനർജി ആയിരിക്കും. പിന്നെ അങ്ങോട്ടേക്ക് നമുക്കത് കിട്ടുന്നില്ല എന്നുള്ളത്. നമ്മൾ പറയാറുണ്ട്, ഒരു മരം നടുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ഒരേ സമയം അതിന്റെ ചുവട്ടിൽ ഒരുപാട് വെള്ളം കൊണ്ടുപോയി ഒഴിച്ചത് കൊണ്ട് അത് വളർന്ന് പന്തലിച്ച് നമ്മൾ വിചാരിക്കുന്ന ഫ്രൂട്ട് തരുമോ? ഇല്ല, അതിന് സമയം വേണം. അതെ. അപ്പൊ ആ പറഞ്ഞതുപോലെ ഇറ്റ് വിൽ ടേക്ക് ടൈം, സമയം കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു. Anyway, thank you so much all. Have a great day. Thank you, ma'am. Thank you. Thank you. Thank you all.